Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഈസി ആയിട്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മത്തിക്കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ കറി വെക്കുന്ന പോലെയല്ല, നല്ല കുരുമുളകൊക്കെ അരച്ച് വറ്റിച്ചെടുത്തിട്ടുള്ള ഒരു മത്തിക്കറിയാണ്. ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചാള നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല നെയ്യൊക്കെയുള്ള ചാളയാണ് കേട്ടോ. ഈ കറിക്ക് അങ്ങനത്തെ ചാള തന്നെയാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 സ്പൂൺ കുരുമുളക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല കറുത്ത ഉണങ്ങിയിട്ടുള്ള കുരുമുളകാണ്. പച്ച കുരുമുളക് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. ഒന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ കറിക്ക് ആവശ്യത്തിനുള്ള പുളിയും ഞാൻ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇടിക്കല്ലെടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ 5-8 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇടിക്കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് ചതച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും അതുപോലെ ചെറിയ കഷ്ണം സബോളയും കൂടി വേണം. അപ്പോൾ അതെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുതിർന്നായ കാരണം നന്നായിട്ട് അരിഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അരയ്ക്കുക. ഉണങ്ങിയ കുരുമുളക് ആയതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് ചട്ടി ഒന്ന് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, പുകഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് നല്ലൊരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ ഈ മീൻകറിക്ക്. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ല ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ഇതിൽ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നമ്മുടെ ഉള്ളി സവോളയൊക്കെ ഒരുമിച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് അങ്ങനെ തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതും നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറിയുള്ളിയൊക്കെ കുറച്ചധികം എടുത്താൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കറിക്ക്. അപ്പോൾ ഉള്ളി ഇല്ലെങ്കിൽ സവോള ആയാലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഉണ്ടാവില്ലേ, ഇതെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇതൊന്ന് ചൂടാറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെ അതേ ജാറിലേക്ക് ആ കുരുമുളകിൻ്റെ ഒപ്പം തന്നെ ഇത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് പിന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ല, കാരണം നമ്മൾ അത്യാവശ്യം എരിവിന് തന്നെ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അത് കുരുമുളക് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കുന്ന കറിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ മുളകിൻ്റെ ആവശ്യം വരണില്ല. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള കുരുമുളക്, ഇഞ്ചി വെളുത്തുള്ളി സവോളയൊക്കെ വാട്ടിയിട്ടുള്ള പേസ്റ്റ് എല്ലാം കൂടി അരച്ചിട്ടുണ്ടല്ലോ, അതങ്ങനെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. ഇനി ഞാൻ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ പുളിയുടെ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പുളിയൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ വെള്ളത്തിൻ്റെ അളവ് അതെ കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ തേങ്ങാപ്പാലോ തേങ്ങ അരയ്ക്കണം അങ്ങനെയൊന്നും ഇല്ലാത്ത കറിയാണ് കേട്ടോ. അപ്പോൾ ഗ്രേവി കുറച്ച് മതി. ഇനി നമുക്ക് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ മത്തി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക.
അപ്പോൾ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. ഇത് ഇത്തിരി വലിപ്പമുള്ള ചാളയാണ്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1/2 കിലോ ചാളയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒന്ന് വരഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി നന്നായിരിക്കും. കുറച്ച് വലിപ്പമുള്ള ചാളയാണ്. ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ കറിക്ക് എത്രത്തോളം കട്ടി വേണോ ചാറിന് അതനുസരിച്ച് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇത്രയും പാകത്തിലെത്തിയിട്ട് ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും തിക്നെസ് വേണം. അപ്പോൾ ഇത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫാക്കി കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ കറിവേപ്പിലയും കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് തണുത്തതിന് ശേഷം കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് 2 ദിവസം ഒക്കെ കേടുകൂടാതെ തന്നെ ഇരിക്കും. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ചാള മേടിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കട്ടെ. എന്നും നമ്മൾ ഒരേപോലെ തന്നെ ആയിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.